ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ മോളുടെ അമ്മയ്ക്ക് സാധിക്കില്ല. അമ്മ കരയണ്ട. ജീവിതത്തിലാകെ കിട്ടുന്ന സന്തോഷം വല്ലപ്പോഴും ഇങ്ങനെ കിട്ടുന്ന ഈ സിഗരറ്റാ. എന്നെ അറിഞ്ഞ് ഇത് കൊണ്ടുതരുന്നത് താൻ മാത്ര. ദുർഗയെങ്ങാനും കണ്ട എന്നോടൊന്ന് പറപ്പിക്കും. വാ അങ്ങോട്ട് നിൽക്കാം. എന്റെ മോളൊരു പാവമാടോ. എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ. ദുർഗ വരുന്നുണ്ട്. എന്തത്? എന്ത്? എവിടെ? താരാനല്ലേ പറഞ്ഞേ? എന്താ? കിരൺ, എന്ത്? ഇങ്ങത്താ. എന്ത്? അപ്പൊ ഇതാണല്ലേ കള്ളത്തരം. അച്ഛന് സിഗരറ്റ് കൊടുക്കരുതെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? മോളെ, അവനൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞിട്ടാ. വേണ്ട വേണ്ട, കിരണിനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ വക്കാലത്തൊന്നും പറയണ്ട. വസുമതി ഇതാ വരുന്നു. അച്ഛാ, കള്ളത്തരം കൈയോടെ പിടിച്ചപ്പോ മിണ്ടാതെ പോകുന്ന പോക്ക് കണ്ടില്ലേ? ജോർജ് സാർ വിളിക്കുന്നു. ഇടുക്ക്. എന്താ മോനിത്? നീ എന്തായി കാണിക്കുന്നത്? എന്നോട് ചോദിക്കാതെയാണോ എന്റെ കല്യാണം തീരുമാനിക്കുന്നത്? ആരെങ്കിലും ചൂണ്ടി കാണിച്ചിട്ട് കെട്ടിക്കൊള്ളാൻ പറഞ്ഞ അതെല്ലാം അനുസരിക്കാൻ ഞാനെന്താ അടിമയൻ? ദിസ് ഇസ് മൈ ലൈഫ്. ഇതൊന്നും സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് മനസ്സിലായി, നിന്റെ അതേ അഭിപ്രായം തന്നെയാ എനിക്കും. പക്ഷെ പൂർണിമ പറയുന്നതിനൊക്കെ സമ്മതം മൂളി നിൽക്കുകയല്ലേ നിന്റെ അച്ഛൻ? അതെ, ഞാനങ്ങനെ നിൽക്കുന്നതേ പൂർണിമയുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. അവളുടെ തീരുമാനത്തിന്റെ മഹത്വമൊന്നും പറയാൻ നിൽക്കണ്ട. ഒരിക്കൽ അവൾ എല്ലാവരും എതിർത്ത് അവളുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തതല്ലേ? അതിന്ന് കിട്ടിയ ഒരു കൊച്ചിനെയും കൊണ്ട് ഭർത്താവില്ലാതെ ജീവിക്കുന്നത് കണ്ടില്ലേ? അതിന്റെ കാരണങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പക്ഷെ പൃഥ്വിക്ക് വേണ്ടി അവളൊരു ആലോചന കൊണ്ടുവരുമ്പോ മോശമായതൊന്നും കൊണ്ടുവരില്ല. ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയേ പൂർണിമ എന്തെങ്കിലും ചെയ്യൂ. ദേ, അതുകൊണ്ട് വെറുതെ എതിർക്കാൻ നിൽക്കണ്ട. അതാർക്കും നല്ലതിനല്ല. എന്ത് കഷ്ടം ഇത്! എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഏതേലും ഒരുത്തി എന്റെ തലയിൽ കെട്ടി വെക്കാമെന്ന് ആരും കരുതണ്ട. ഇല്ല മോനെ, നിന്റെ സമ്മതം ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. തൽക്കാലം അവള് തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ. ഇത് മുടക്കേണ്ട സമയമാകുമ്പോ നമുക്ക് വേണ്ടത് ചെയ്യാം. സത്യാണോ നാത്തുന് ഇത്? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ പൂർണിമ തന്നെയാണോ വിളിച്ചത്? ആ TV ചാനലൊക്കെ ഉള്ള ആള്? അതെ നാത്തൂനെ, എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. വാ, അവര് നമ്പർ മാറി വിളിച്ചതാണെന്നാ ഞാനും കരുതിയത്. പിന്നെ അവര് വിളിച്ചത് എന്നെ തന്നെയാണെന്നും കല്യാണം ആലോചിക്കുന്നത് നമ്മുടെ അഷിതമോൾക്ക് വേണ്ടിയാണെന്നും തീർത്തു പറഞ്ഞു. ഇതുപോലൊരു മഹാഭാഗ്യം വേറെ വരാനില്ല. നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കുടുംബല്ലേ ഇത്? അതെ, എല്ലാം എന്റെ മോളുടെ ഭാഗ്യം. ഈ കല്യാണം ഒരു തടസ്സവും ഇല്ലാതെ നടന്ന 1001 വീട് തെണ്ടിച്ച് ദേവേട്ടനെ കൊണ്ട് പളനിമല ചവിട്ടിക്കാന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷെ മൂത്തവളായ ദുർഗ ഇരിക്കുമ്പോ എങ്ങനെയാ ഇളയവളായ അഷിതമോളുടെ കല്യാണം നടത്തുന്നേ? ദേവേട്ടൊരു അമ്മ അത് സമ്മതിക്കോ?
ഇനി അഥവാ അവർ സമ്മതിച്ചാൽ തന്നെ ആ ജയശ്രീ നമ്മുടെ കുടുംബത്തിലുണ്ടാക്കിയ മാനക്കേടിനെ പറ്റി പൂർണ്ണിമയും വീട്ടുകാരും അറിഞ്ഞാ കഴിഞ്ഞില്ലേ എല്ലാം. എങ്ങനെ ഞാൻ ഈ വിവാഹം നടത്തും ഗിരിജെ? അതിനുവേണ്ടി കുടുംബത്തിനെ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ആ ജയശ്രീയെക്കുറിച്ചും അവളുടെ ഐശ്വര്യം കെട്ട മകളെക്കുറിച്ചും ഞാൻ പൂർണിമയിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മറച്ചുവെക്കും. അതിന് ദേവേട്ട സമ്മതിക്കോ? എത്രയൊക്കെ പറഞ്ഞാലും ദേവേട്ടന്റെ മൂത്ത മോളല്ലേ ദുർഗ. ദേവേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മകൾക്ക് വന്ന ഈ ഭാഗ്യം നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ടൗണിലെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിനടുത്തുള്ള പ്ലോട്ട് നമുക്ക് വാങ്ങിക്കണമെന്ന് എത്ര നാളായിട്ട് ഞാൻ പറയുവോ. അവിടെ ഒരു വീട് വെക്കണമെന്നത് എന്റെ സ്വപ്നമായിരുന്നു. നിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചതല്ലേ. എന്നിട്ടോ വാങ്ങാൻ പറ്റിയോ? ഇല്ലല്ലോ. എല്ലാത്തിനും നിങ്ങൾ പറഞ്ഞാ മതിയല്ലോ. നിങ്ങളുടെ കഴിവുകൾ ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ അവസ്ഥ വന്നത്. പുറമേ കാണുന്നവർക്ക് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. കോടിക്കണക്കിന് സ്വത്ത്, എന്താ പ്രയോജനം? ഒരു കാര്യമില്ല. നീ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആ ധ്വനിയെ വെച്ച് വിലപേശി നമ്മുടെ കാര്യം നടത്താനല്ലേ ഞാൻ ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ. അതേക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പ്ലാൻ ചെയ്ത് ആ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയതുകൊണ്ടാ പ്രയോജനം ഉണ്ടാവാത്തത്. ആദ്യമേ എന്നോട് പറയണമായിരുന്നു. എന്റെ നിർദ്ദേശപ്രകാരം ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കാര്യം നടന്നേനെ. നിന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നീ ആരടുത്തെങ്കിലും ചെന്ന് പറഞ്ഞ് സംഭവം ലീക്കാവൂന്ന് ഞാൻ പേടിച്ചു. ആരും അറിയാതെ നമ്മുടെ കാര്യം നടത്തിയെടുക്കാനാ ഞാൻ നോക്കിയത്. എന്നിട്ട് എന്തായി? മനുഷ്യ, നിങ്ങൾ എന്നെ അന്യായി കാണാതെ നമ്മുടെ കാര്യം നടത്തിയെടുക്കണമെന്നേ ഞാനും ആഗ്രഹിക്കൂ. അല്ലാതെ ഞാൻ ആരോട് പറയാനാ? ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോ എന്നെ കൂടെ അറിയിച്ചിട്ട് ചെയ്. ശരി, ഇനി എന്ത് ചെയ്യുമ്പോഴും നിന്നോട് കൂടി ആലോചിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യൂ. എന്നാ കൊള്ളാം. കിരൺ, ചില ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ജെഡിയെ കൂടി അറിയിക്കണം. ജെഡി അടുത്തുണ്ട് സാർ. ഗുഡ്. ജയശ്രീയുടെ മരണത്തിനും മറ്റു പല കേസുകൾക്ക് പിന്നിലും നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെയാണ്. അപ്പൊ നമുക്ക് തെറ്റിയില്ല. യെസ്, ഇറ്റ്സ് മേനോൻ. ആ, നാളെ മീറ്റിംഗ് ഉണ്ടാവും. യെസ് സാർ. മോളെ പേടിക്കണ്ട കേട്ടോ. ദേ അവിടെ ഇരുന്നോ, അമ്മ പോയിട്ട് ഇപ്പൊ വരാൻ കേട്ടോ. പേടിക്കണ്ട മോളെ, അമ്മ ഇപ്പൊ വരാൻ കേട്ടോ. മോൾ ഇവിടെ ഇരിക്കണേ. എന്റെ മോനെ കൊന്നില്ലേടി? ഇറങ്ങി പാടി. അയ്യോ, എല്ലാം തല്ലി പൊട്ടിക്കുന്നാ തോന്നുന്നേ. ചെന്ന് നോക്ക് നീ, ചെല്ല്. അയ്യോ അയ്യോ, എന്റെ കൊച്ചിനെ കൊന്നില്ലേ? അയ്യോ, എന്താ പ്രശ്നം? പുറത്ത് ആരോ ബഹളം ഉണ്ടാക്കുന്നു. അയ്യോ, എന്റെ കൊച്ചിനെ കൊന്നേ. എടാ, എന്താ മോനെ പ്രശ്നം? ഈശ്വരാ, ഇനിയും പരീക്ഷിക്കരുത്. അയ്യോ അയ്യോ, വേണ്ട മോളെ, വേണ്ട വേണ്ട വേണ്ട. വേണ്ട, പുറത്തു പോകണ്ട. വേണ്ടെന്ന് പറഞ്ഞു. പല്ല് തുറക്കണ്ട, തുറന്ന കൂടുതൽ പ്രശ്നമാവും. അമ്മ എത്ര നേരം വെച്ച ഭയം അടച്ചുപൂട്ടിയിരിക്കുന്ന ഈ സമയത്ത് എടുത്തുചാട്ടല്ല, വിവേകമാണ് വേണ്ടത്. വേണ്ട മോളെ, ഇനി തുറക്കാതിരുന്ന പ്രശ്നം കൂടെയുള്ളൂ. എന്തിനാ ഈ ദ്രോഹം ചെയ്തേ? നീ എന്തിനാ ഈ ദ്രോഹം ഞങ്ങളോട് ചെയ്തത്? എന്ത് തെറ്റാണ് ഞങ്ങൾ നിന്നോട് ചെയ്തത്? മോനെ കൊന്നില്ലേ? എന്റെ ഈ കണ്ണീരിനൊക്കെ നീ കണക്ക് പറയേണ്ടി വരും. അയ്യോ, പണത്തിന് വേണ്ടി എന്തിനാ നിങ്ങൾ എന്റെ ഭർത്താവിനെ കൊന്നത്? എന്തിനാ എന്റെ താലി അറുത്തത്? നീ നശിച്ചു പോകും. ഒരമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള വാക്കാടി ഇത്. നീ ഒരു കാലത്ത് ഗുണപിടിക്കത്തില്ലടി, ഗുണപിടിക്കത്തില്ല. എടി, നിന്നെ ഞാൻ കൊല്ലുമെടി. അയ്യോ, മോളെ വിളി. തല്ലല്ലേ. ആരമ്മയെ വിശ്വസിച്ചില്ലേലും അമ്മയുടെ മോൾ അമ്മയെ വിശ്വസിക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ മോളുടെ അമ്മയ്ക്ക് സാധിക്കില്ല. അമ്മ കരയണ്ട.